ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞത് വലിയൊരു ആശ്വാസമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. പിന്നെ ഒന്നേ, ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് വല്ലാതെ ചിരിച്ചു പോവുക, അങ്ങനെ പ്രകടിപ്പിക്കുന്നത് ഒരു പരിഹാസമായി തോന്നുപോകുന്നു പറഞ്ഞാൽ എന്താ ചിരിച്ചു പോകുന്നത് വെച്ചാൽ, ഇപ്പം നിതിൻ കണിച്ചേരി ഇവിടെ ചോദ്യത്തിന് SDPI തീവ്രവാദ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണ്, വർഗീയവാദികളാണ്, മതരാഷ്ട്രവാദികളാണ്, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ച 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പോയി ഉറങ്ങാമായിരുന്നു എന്ന് ആലോചിക്കുക. ക്ഷമിക്കണം, ഞാൻ മാധ്യമപ്രവർത്തകരെ മാധ്യമങ്ങളെ വിമർശിക്കുകയല്ല. നമ്മുടെ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു ഇത്. ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയില്ല. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവിക്കുന്ന പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വികസനം എവിടെയെങ്കിലും ചർച്ചയുണ്ടോ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് മുഴുവൻ SDPI ആണല്ലോ. SDPIക്ക് ചിലപ്പോൾ ഞങ്ങൾ ടീം ലൈറ്റിൽ വരുന്നു എന്നതൊക്കെ അയാൾക്ക് ആശ്വസിക്കുകയൊക്കെ ചെയ്യാമായിരിക്കാം. പക്ഷേ എന്തൊരു ദുരന്തമാണിത്. ഇനി ഞാൻ പറയാം, ഡീൽ എന്നാണ് ഇതിൻ്റെ തലക്കെട്ട് എന്നാണ് വരുമ്പോൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെയാണല്ലോ ഡീൽ. വളരെ പ്രസക്തമായിരിക്കുന്നു ഈ ചർച്ചയ്ക്ക് നമ്മൾ സ്വീകരിച്ച തലക്കെട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡീലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരോപിക്കപ്പെടുന്ന ഡീലുകൾക്കൊന്നും സോളിഡ് എവിഡൻസ് വന്നു കഴിഞ്ഞിട്ടില്ല. ഒരു ഡീൽ അതുകൊണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, എവിഡൻസ് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് നിഷേധിക്കാൻ കഴിയാത്ത ഡീൽ എവിഡൻസിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ ഡീല് VD സതീശനും BJPയും തമ്മിലുള്ള ഡീലിൻ്റെ ഉദാഹരണങ്ങൾ അനിഷേധ്യമാണ്. ഇത് അനുഭവ ബോധ്യമുള്ളവരാണ്. ഞങ്ങൾ അനുഭവിച്ച ഉദാഹരണങ്ങൾ അനുഭവിച്ചതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി. വമ്പിച്ച പൊതുബോധം ഉയർന്നു വന്നു. അതിനെതിരെ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ പൊതുബോധം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ VD സതീശനും കൂട്ടരും ഉണ്ടായിരുന്നു എന്ന് പിന്നീട് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി. ആ പൊതുബോധം അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങളെടുത്ത തീരുമാനം തെറ്റാണ് നമുക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ പിൻവലിച്ചു. അപ്പോൾ പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ് പിൻവലിപ്പിച്ചത്? VD സതീശൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് BJPക്ക് വേണ്ടി, സുരേന്ദ്രന് വേണ്ടി അക്കൗണ്ട് എൻട്രി ഉറപ്പുവരുത്താൻ. ഒന്ന് ഒഴിപ്പിക്കാൻ നോക്കും. ഇനി അത് പിൻവലിച്ച് കഴിഞ്ഞു. അങ്ങനെ ഗൂഢാലോചന നടത്തി സതീശൻ കംപ്ലീറ്റ്. അതെങ്ങനെയാണ് BJP ഗുണകരമാവുക? പിന്നെ അത് BJP ഇനി പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നുള്ള ഭീഷണി ഇവരുടെ വോട്ടാ. ആ വോട്ട് ഇവർക്ക് ചെയ്യില്ല എന്ന് സതീശൻ ഇപ്പോൾ ഉറപ്പ് വരുത്താൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ അവിടെ ഉണ്ടാവുന്നത് ഭീഷണി. അത് പിന്നീട് ഞങ്ങൾ ഭീഷണിയല്ല എന്ന് വന്നപ്പോൾ ഈ വോട്ട് അവർക്ക് ഭീഷണിയോ, വോട്ട് അവർക്ക് ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡീല് നടത്തുന്നത് VD സതീശനും BJPയും തമ്മിലാണ്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ അതിൻ്റെ മുമ്പ് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടു. SDPI BJP സാധ്യത കണ്ടിട്ട് ഡയറക്റ്റ് എതിർത്തു, കോൺഗ്രസിനെ സഹായിച്ചു, വോട്ട് ചെയ്തപ്പോൾ സതീശൻ എന്താ ചെയ്ത്? അവിടെയൊക്കെ തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ടും നറുക്കെടുത്തിട്ടും BJPക്ക് ഭരണത്തിൽ വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു.